ഹായ് എവരി വൺ. സോ ഇവിടെ നോക്കാൻ പോകുന്ന സ്റ്റോറി എന്ന് പറയുന്നത് ജെയിംസ് ജോയ്സ് എഴുതിയിട്ടുള്ള എവേലൈൻ എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിലാണ് നമ്മളുള്ളത്. ജെയിംസ് ജോയ്സ് ആരാന്ന് ആദ്യം നോക്കാം. സോ ജെയിംസ് ജോയ്സ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മോഡേണിസ്റ്റ് റൈറ്റേഴ്സ് ഓഫ് ദ ഏർലി 20th century. ഇപ്പോൾ 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു മോഡേണിസ്റ്റ് റൈറ്ററാണ് ജെയിംസ് ജോയ്സ്. ഹിസ് റെപ്യൂട്ടേഷൻ ലാർജ്ലി റിസ്റ്റ് ഓൺ ജസ്റ്റ് 4 works. ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹം 4 വർക്കാണ് എഴുതിയിട്ടുള്ളത്. ആ 4 വർക്കിനാണ് അദ്ദേഹം ഫേമസ് ആയിട്ടുള്ളത്. എ ഷോർട്ട് സ്റ്റോറി കളക്ഷൻ ഡബ്ലിനേഴ്സ്, അതിൽ ഒന്നാമത്തത് 1914 അദ്ദേഹം പുറത്തിറക്കിയിട്ടുള്ള ഡബ്ലിനേഴ്സ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറി കളക്ഷൻ്റെ ബുക്കാണ്. ആൻഡ് 3 novels, 3 മറ്റു പ്രധാനപ്പെട്ട നോവൽസ് ഉണ്ട്. ഒന്ന് എ പോർട്രേറ്റ് ഓഫ് ദ ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ, 1916 വർക്കാണ്. യൂലിസസ് 1922 വർക്കാണ്. ആൻഡ് ഫിനഗൻസ് വേക്ക് 1939 വർക്കാണ്. ഈ 4 കൃതികൾക്കാണ് അദ്ദേഹം ഫേമസ് ആയിട്ടുള്ളത്. ഈച്ച് ഓഫ് ദീസ് വർക്ക്സ് റിപ്രസെൻറ്റ് എ ഡെവലപ്മെൻറ്റ് ഫ്രം ദ ലാസ്റ്റ് വിത്ത് ജോയ്സ് റൈറ്റിംഗ് ബിക്കമിങ് ഇൻക്രീസിംഗ്ലി എക്സ്പെരിമെൻ്റൽ, ഒബ്സ്ക്യൂർ ആൻഡ് ചലഞ്ചിങ്. അപ്പോൾ ഈ ഒരു വർക്കിലെല്ലാം അദ്ദേഹം പറയുന്നത് തൻ്റെ വളർച്ചയെക്കുറിച്ചാണ്. പല രീതിയിൽ ഒരു കുട്ടിയിൽ നിന്ന് യുവാവായി ഒരു മധ്യവയസ്കനായി അങ്ങനെയുള്ള വളർച്ചയാവാം, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിൻ്റെ ജനനം, ഒരു ആർട്ടിസ്റ്റ് പതിയെ ഒരു ആർട്ടിസ്റ്റ് ഡെവലപ്പായി വരുന്നു, അങ്ങനെ ഒരു മഹാനായ എഴുത്തുകാരനായിട്ട് മാറുന്നു. ഇങ്ങനെ ഒരു വളർച്ചയെക്കുറിച്ച് അദ്ദേഹം പറയുന്ന നോവൽസാണ് പ്രധാനമായിട്ടും ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. അദ്ദേഹത്തിൻ്റെ നോവൽസ് എല്ലാം പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു ലേറ്റ് മെച്യൂരിറ്റി ടൈമിലോട്ട് എത്തിയ സമയത്ത് തന്നെ എക്സ്പെരിമെൻ്റൽ നോവൽസായിട്ടും അതുപോലെ തന്നെ നോവൽ ഓഫ് ഒബ്സ്ക്യൂറായിട്ടും ഒരുപാട് ചലഞ്ചസ് എല്ലാം ഫേസ് ചെയ്ത നോവൽസായിട്ടും, അല്ലെങ്കിൽ ഈ തീംസ് എല്ലാം അദ്ദേഹം തൻ്റെ നോവൽസിലൂടെ പറയുന്നുണ്ട്. എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള തീംസും അതുപോലെ തന്നെ ഒബ്സ്ക്യൂർ, ചലഞ്ചിങ്, ഇങ്ങനെയുള്ള പല തീംസുകളും ആയിട്ട് അദ്ദേഹം തൻ്റെ നോവലിനെ പിന്നീട് മാറ്റുകയാണ് ഉണ്ടായിട്ടുള്ളത്. ലൈക്ക് ഹിസ് ഫെലോ കൺട്രിമാൻ ദ ഐറിഷ് പോയിറ്റ് W.B. Yeats, Joyce writes about the country he knew so well, Ireland, the country of his birth. അദ്ദേഹത്തിൻ്റെ ഫെല്ലോ പോയിട്ടാണ് W.B. Yeats എന്ന് പറയുന്നത്. ജെയിംസ് ജോയ്സ് റൈറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെ അയർലാൻഡിൽ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള മറ്റൊരു റൈറ്ററാണ് W.B. Yeats. ഈ യീറ്റ്സും ജെയിംസ് ജോയ്സൊക്കെ ആക്ച്വലി ഒരു കാലഘട്ടത്തിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈറ്റ്സ് ചെയ്ത പോലെ തന്നെ അയർലാൻഡിനെ വളരെയധികം പുകഴ്ത്തിക്കൊണ്ടും പ്രശംസിച്ചുകൊണ്ടും ഒരുപാട് വാക്കുകൾ ഇദ്ദേഹവും എഴുതിയിട്ടുണ്ട്. ബട്ട് അൺലൈക്ക് ഈറ്റ്സ്, ജോയ്സ് ഹാഡ് നോ ടൈം ഫോർ ദ റൊമാൻറ്റിക് വിഷൻ ഓഫ് അയർലാൻഡ് എൻകാപ്സുലേറ്റഡ് ബൈ ദ സെൽറ്റിക് ട്വൈലൈറ്റ്. ജോയ്സ് സെഡ്. അപ്പോൾ ഇവിടെ നമ്മുടെ W.B. Yeats ചെയ്തിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ അയർലാൻഡിൻ്റെ ആ ഒരു മനോഹാരിത തൻ്റെ പേനകളിലൂടെ പേപ്പറിലാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിനുള്ള സമയമൊന്നും നമ്മുടെ ജെയിംസ് ജോയ്സിന് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ട്വൈലൈറ്റ് പല രീതിയിലുള്ള ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളും, കെൽറ്റിക് എന്ന് പറയുന്ന അവരുടെ പഴയ ഭാഷയാണ്. അപ്പം അതിൻ്റെ പല രീതിയിലുള്ള അലയൊലികളും നമുക്ക് W.B. Yeatsൻ്റെ പോയട്രിയിൽ കാണാൻ പറ്റും. പക്ഷേ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മുടെ ജെയിംസ് ജോയ്സ് എടുത്തിട്ടില്ല. കാരണം അതിനുള്ള സമയമൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ജെയിംസ് ജോയ്സ് said that he wrote the short stories that make up Dubliners in order to give Ireland one good look at itself in the mirror. അപ്പോൾ അയർലാൻഡിലെ തന്നെ ആൾക്കാരെ അയർലാൻഡ് ഇത്രയും മനോഹരമായ, ഇത്രയും സമാധാനപരമായ ഒരു സ്ഥലമാണെന്ന് വിശ്വസിപ്പിക്കുകയാണ് ഇദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഹിസ് വിഷൻ ഓഫ് അയർലാൻഡ് ഈസ് ആൻ അൺഫ്ലിച്ചിങ്ലി റിയലിസ്റ്റ് വാട്ട്സ് ആൻഡ് ആൾ. അപ്പോൾ അദ്ദേഹം തൻ്റെ വിഷൻ, മനോഹരമായ ഒരു രാജ്യത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള വിഷൻ ഈ ഒരു നോവലിലൂടെയൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഡെപിക്ഷൻ ഓഫ് എ കൺട്രി വിച്ച് എസ്പെഷ്യലി ഇൻ ദ early works seems gripped by a paralysis, a key word for Dubliners. അപ്പോൾ ഡബ്ലിനേഴ്സ് എന്ന് പറയുന്ന നോവല്, ആ ഒരു നോവല് ഒറ്റ ദിവസത്തെക്കുറിച്ചുള്ളൊരു നോവലാണ് പറയുന്നത്. ഒറ്റ ദിവസമാണ് ആ നോവലിൽ നടക്കുന്നത്. ഒരു ദിവസം രാവിലെ തുടങ്ങി അന്ന് അർദ്ധരാത്രി ആവുന്ന സമയത്ത് ആ നോവൽ കഴിയുന്നു. അങ്ങനത്തെ ഒരു ദിവസത്തെക്കുറിച്ച് പറയുന്ന നോവലാണ് ഡബ്ലിനേഴ്സ്. അങ്ങനെ അയർലാൻഡിലുള്ള ആൾക്കാരുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്ന, ആ ഡെയിലി റുട്ടീനെ കുറിച്ച് പറയുന്ന ഒരു നോവലാണ് ഡബ്ലിനേഴ്സ്. അപ്പോൾ അദ്ദേഹം എഴുതിയിട്ടുള്ളത് കംപ്ലീറ്റ് കാര്യങ്ങളും അയർലാൻഡിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളുമായി കണക്ട് ചെയ്തിട്ടാണ്. ദാറ്റ് ഈസ് പാർട്ട്ലി എ റിസൾട്ട് ഓഫ് കൺട്രീസ് ഒബ്സഷൻ വിത്ത് ഇറ്റ്സ് ഓൺ പാസ്റ്റ് ആൻഡ് വിത്ത് കത്തോലിസിസം. ആ ഒരു സമയത്തൊക്കെ കത്തോലിസിസം വളരെ റൂട്ടഡായി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം തൻ്റെ വർക്കിലൂടെ പറയുന്നുണ്ട്. ഇറ്റ്സ് ടെല്ലിംഗ് ദാറ്റ് ജോയ്സ് സ്പെൻഡ് മച്ച് ഓഫ് ഹിസ് അഡൾട്ട് ലൈഫ് ലിവിങ് ഔട്ട്സൈഡ് ഓഫ് ഹിസ് നാറ്റീവ് അയർലാൻഡ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാടായിട്ടുള്ള അയർലാൻഡ്, അതിന് പുറത്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒട്ടുമിക്ക ലേറ്റായിട്ടുള്ള ഭാഗങ്ങളും അദ്ദേഹം ജീവിച്ചിട്ടുള്ളത്. ഓൺ ദ കോണ്ടിനെൻറ്റ് വേർ ഹി കുഡ് അബ്സോർബ് ഫ്രഞ്ച്
ഇൻഫ്ലുവൻസസ് വിച്ച് വുഡ് ബി സോ ഇമ്പോർട്ടൻറ്റ് ഫോർ ഹിസ് ഡെവലപ്മെൻറ്റ് ആസ് എ നോവലിസ്റ്റ്. അപ്പോൾ ഒരു നോവലിസ്റ്റ് എന്നുള്ള രീതിയിൽ ഡെവലപ്പ് ആവണമെങ്കിൽ അയർലാൻഡിൽ മാത്രം നിന്നാൽ പോരാ എന്നുള്ള ചിന്തയുടെ പിറകെ അദ്ദേഹം അയർലാൻഡിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്, ഒരുപാട് കാലം പുറത്ത് താമസിക്കുന്നുണ്ട്, പിന്നെ അയർലാൻഡിലോട്ട് വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ പഠിക്കാനുള്ള ഓഥറായിട്ടുള്ള ജെയിംസ് ജോയ്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. നമുക്ക് പ്ലോട്ട് സമ്മറിയിലോട്ട് വരാം. നമ്മൾ പഠിക്കാൻ പോകുന്ന നോവൽ ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത് എവേലൈൻ എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറിയാണ്. ജെയിംസ് ജോയ്സ് എഴുതിയിട്ടുള്ള എവേലൈൻ എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറിയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. സോ ലെറ്റ്സ് കം. എവേലൈൻ ഈസ് വൺ ഓഫ് ദ ഷോർട്ടസ്റ്റ് സ്റ്റോറീസ് ദാറ്റ് മേക്ക് അപ്പ് ജെയിംസ് ജോയ്സ് കളക്ഷൻ ഡബ്ലിനേഴ്സ്. അപ്പോൾ 1914 അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുള്ള ഡബ്ലിനേഴ്സ് എന്ന് പറയുന്ന ആ ഒരു കളക്ഷൻ, ഷോർട്ട് സ്റ്റോറി കളക്ഷൻ, ആ കളക്ഷനിലുള്ള ഏറ്റവും ഷോർട്ടായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഡബ്ലിനേഴ്സ് എന്ന് പറയുന്നത്. നേരത്തെ നാം പറഞ്ഞിരുന്നു, നമ്മളൊരു ഒറ്റ ദിവസത്തെ കാര്യം, അയർലാൻഡിലുള്ള ഒരു ദിവസത്തെ കാര്യം പറയുന്ന ഒരു നോവൽ, അത് ആക്ച്വലി യൂലിസസ് ആണ്, ഡബ്ലിനേഴ്സ് അല്ല. യൂലിസസ് എന്ന് പറയുന്ന നോവലാണ്. Okay, a volume that was not an initial commercial success. It sold just 379 copies in its first year of publication, and 120 of those were bought by ജോയ്സ് ഹിംസെൽഫ്. അപ്പോൾ ഈ ഒരു വർക്ക് ഡബ്ലിനേഴ്സിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ വലിയ ഫേമസ് ആയിരുന്നില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു കളക്ഷനിലുള്ളൊരു ഷോർട്ട് സ്റ്റോറിയാണ് എവേലൈൻ. 350ഓളം കോപ്പികൾ മാത്രമാണ് ആദ്യമായി വിറ്റത്. അതിലാണെങ്കിൽ 120 കോപ്പി വാങ്ങിയത് ഓഥർ തന്നെയാണ് പൈസ കൊടുത്ത് വാങ്ങിയിട്ടുള്ളത്. എവെലിൻ ഈസ് എ യങ് വുമൻ ലിവിങ് ഇൻ ഡബ്ലിൻ വിത്ത് ഹെർ ഫാദർ. അപ്പം നമുക്ക് സ്റ്റോറിയിലോട്ട് വരാം. എവേലൈൻ എന്ന് പറയുന്നത് ഒരു കൗമാരപ്രായത്തിലുള്ള ഒരു യങ് ലേഡിയാണ്. താമസിക്കുന്നത് ഡബ്ലിനിലാണ്, അയർലാൻഡിലാണ് ഡബ്ലിൻ എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ് താമസിക്കുന്നത്. അവരുടെ പിതാവ് ഒത്ത് താമസിക്കുകയാണ്. ഹെർ മദർ ഈസ് ഡെഡ്. അപ്പോൾ അമ്മ മരിച്ചു പോയിട്ടുണ്ട്. ഡ്രീമിങ് ഓഫ് എ ബെറ്റർ ലൈഫ് ബിയോണ്ട് ദ ഷോർട്സ് ഓഫ് അയർലാൻഡ്. അപ്പോൾ ഇവർ സ്വപ്നം കാണുന്നത് ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരവസ്ഥയാണ്. കാരണം അച്ഛൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അച്ഛൻ ടോർച്ചർ ചെയ്യുന്നുണ്ട് പല സമയത്തും. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ അയർലാൻഡ് വിട്ട് കടലിനക്കരെ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയി സമാധാനത്തോടെ ജീവിക്കുക എന്നുള്ളൊരു സ്വപ്നം കണ്ട് നിൽക്കുന്നൊരു പെൺകുട്ടിയാണ്. എവെലിൻ പ്ലാൻസ് ടു എലോപ്പ് വിത്ത് ഫ്രാങ്ക്. അങ്ങനെ എവെലിൻ ഫ്രാങ്ക് എന്നുള്ള ഒരു ആളുമായിട്ട് കമ്പനി ആവുന്നു. അവർ തമ്മിൽ ഇഷ്ടത്തിലാവുന്നു, പ്രണയത്തിലാവുന്നു. അങ്ങനെ എവെലിൻ ചിന്തിക്കുകയാണ്. സ്റ്റോറി നടക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നത് എവേലൈൻ ഒരു റൂമിനകത്ത് ഒരു കർട്ടന് ഓരെ നിന്നുകൊണ്ട് ഇങ്ങനെ പുറത്തോട്ട് നോക്കി ചിന്തിക്കുന്നതാണ്. ഈ സ്റ്റോറിയിൽ ജെയിംസ് ജോയ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ടെക്നിക്കിൻ്റെ പേരാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക്. അതിനെ ഇൻറ്റീരിയർ മോണോലോഗ് എന്നും പറയും. ഇൻറ്റീരിയർ മോണോലോഗ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ചിന്തകളിലൂടെ ആയിരിക്കും സ്റ്റോറി ഡെവലപ്പ് ആവുക. അപ്പോൾ ഇവിടെ ഈ സ്റ്റോറി ഡെവലപ്പ് ആവുന്നത് എവേലൈൻ എന്ന് പറയുന്ന ഫീമെയിൽ ക്യാരക്ടർ, ആ ഒരു പെൺകുട്ടിയുടെ മനസ്സിലൂടെയാണ് സ്റ്റോറി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു പെൺകുട്ടി ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഈ ഒരു ഫ്രഞ്ചുകാരനാണ് ഈ ഫ്രാങ്ക്, അദ്ദേഹം ഫ്രാൻസുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ പുറം രാജ്യത്ത് പോയി ജീവിക്കണം എന്നുള്ളൊരു താല്പര്യം ആലോചിച്ചിങ്ങനെ ഇരിക്കുകയാണ്. സോ എവെലിൻ പ്ലാൻസ് ടു എലോപ്പ് വിത്ത് ഫ്രാങ്ക്, എ സെയിലർ ഹൂ ഈസ് ഹർ സീക്രട്ട് ലവർ. അപ്പോൾ ഈ എവെലിൻ്റെ സീക്രട്ട് ലവറാണ് ഫ്രാങ്ക് എന്ന് പറയുന്നത്. എവെലിൻസ് ഫാദർ ഹാവിങ് ഫോർബിഡ് എവെലിൻ ടു സീക്ക് ഫ്രാങ്ക് ആഫ്റ്റർ ദ ടു മെൻ ഫെൽ ഔട്ട്. അപ്പോൾ നമ്മുടെ എവെലിൻ്റെ ഫാദറിന് ഈ ഒരു സംഭവം അറിയില്ല. എവെലിൻ്റെ ഫാദർ പല സമയത്തും കുടിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ്, മദ്യപിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ്. നമ്മുടെ എവെലിൻ്റെ ഫാദറിന് ഈ ഒരു ഫ്രാങ്ക് എന്നുള്ള ഒരു പ്രണയം അവരുമായിട്ടൊരു പ്രണയം തൻ്റെ മകൾക്കുണ്ടെന്നുള്ള കാര്യം അറിയില്ല. ആൻഡ് സ്റ്റാർട്ട് എ ന്യൂ ലൈഫ് ഇൻ അർജൻറ്റീന. അപ്പം ഇവർ ചിന്തിക്കുന്നത് ഫ്രാങ്കുമായിട്ട് എന്ത് ചെയ്യുക, എലോപ്പ് ചെയ്ത് പോയിട്ട് അവിടുന്ന് നാട് വിട്ടിട്ട് അർജൻറ്റീനയിലോട്ട് പോയിട്ട് അവിടെ ജീവിക്കണം എന്നാണ് ഇവരുടെ ആശ. വിത്ത് ഹെർ മദർ ഗോൺ, എവെലിൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഡേ ടു ഡേ റണ്ണിങ് ഓഫ് ഹൗസ് ഹോൾഡ്സ്. അമ്മ മരണപ്പെട്ടതിന് ശേഷം വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നത് എവെലിനാണ്. ഹെർ ഫാദർ ഈസ് ഡ്രങ്ക് ആൻഡ് ഓൺലി റിലക്റ്റൻ്റ്ലി ടിപ്സ് ടു അപ്പ് ഹിസ് ഷെയർ ഓഫ് ദ വീക്ക്ലി ഹൗസ് കീപ്പിംഗ് മണി. അപ്പോൾ ഇവളുടെ അച്ഛൻ പല സമയത്തും മദ്യപിക്കും, വീട്ടിൽ വന്ന് പ്രശ്നങ്ങളുണ്ടാക്കും. എല്ലാ ആഴ്ചയിലും എന്ത് ചെയ്യണം, നമ്മുടെ എവെലിൻ എന്ത് ചെയ്യണം, ജോലിയൊക്കെ ചെയ്തിട്ട് അച്ഛന് പൈസ കൊണ്ടുപോയി കൊടുക്കണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് അവിടെ നിലനിൽക്കുന്നത്. ആൻഡ് ഹെർ ബ്രദർ ഹാരി ഈസ് ബിസി വാക്കിംഗ്. ഈ എവെലിന് ഒരു ബ്രദറുണ്ട്, അവരുടെ പേരാണ് ഹാരി എന്ന് പറയുന്നത്. ഈ ഹാരി എപ്പോഴും വർക്കിംഗ് ബിസിയാണ്, പല സമയത്തും പല ജോലിയും ചെയ്ത് ഒരു ബിസി ആയിട്ടുള്ള ഒരാളാണ് ഹാരി. ആൻഡ് ഈസ് എവേ ഓൺ ബിസിനസ്. അതുകൊണ്ട് തന്നെ ബിസിനസ്സിൻ്റെ പല ആവശ്യത്തിനും എപ്പോഴും പുറത്തേക്കാണ്. അപ്പോൾ വീട്ടിലുണ്ടാവുക നമ്മുടെ ഈ ഒരു എവേലിനും ആ ഫാദറുമാണ്. അനദർ ബ്രദർ ഏണസ്റ്റ് ഈസ് ഡെഡ്. മറ്റൊരു ബ്രദർ കൂടി ഉണ്ടായിരുന്നു, ഏണസ്റ്റ് എന്നായിരുന്നു പേര്. പക്ഷേ അവൻ നിർഭാഗ്യവശാൽ മരണപ്പെട്ടു പോയി. അപ്പോൾ നിലവിൽ ജീവിച്ചിരിക്കുന്ന ഒരു ബ്രദറായിട്ടുള്ളത് ഹാരിയാണ്. അവനാണെങ്കിൽ വീട്ടിൽ ഉണ്ടാവലുമില്ല.
എവെലിൻ ഹെർസെൽഫ് കീപ്സ് ഡൗൺ എ ജോബ് വർക്കിംഗ് ഇൻ എ ഷോപ്പ്. അപ്പോൾ അച്ഛന് ആഴ്ചയിൽ പൈസ കൊടുക്കണം, അല്ലെങ്കിൽ അച്ഛൻ ചീത്ത പറയും, ഒരുപാട് ചീത്ത വിളിക്കും, ഒരുപാട് മർദ്ദിക്കും. അപ്പോൾ അത് വയ്യാണ്ടായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, എവെലിൻ ജോലിക്ക് പോവാണ്, ഒരു ഷോപ്പിൽ ജോലിക്ക് പോയിട്ട് പൈസ സമ്പാദിക്കുകയാണ്. ഓൺ സാറ്റർഡേ നൈറ്റ്സ് when she asks her father for some money, he tends to unleash a ടൈറഡ് ഓഫ് വെർബൽ അബ്യൂസ്. ഒരു ദിവസം ഒരു ശനിയാഴ്ച എന്തെയാണ്, എവെലൈന് എന്തോ ഒരു പണത്തിന് ആവശ്യം വന്നിട്ട് അച്ഛൻ്റെ അടുത്ത് കുറച്ച് പൈസ ചോദിക്കുകയാണ്. അത് ചോദിച്ച പാടെ അച്ഛൻ ഒരുപാട് ചീത്ത വിളിക്കുകയാണ്. വെർബൽ അബ്യൂസ് എന്ന് പറഞ്ഞാൽ അത്രയും ചീത്ത വിളിക്കുകയാണ്, ഒരുപാട് തെറി വിളിക്കുക എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ എന്തെയാണ്, തൻ്റെ മകളെ ചീത്ത വിളിക്കുകയാണ്. വെൻ ഹി എവൻച്വലി ഹാൻഡ്സ് ഓവർ ഹിസ് ഹൗസ് കീപ്പിംഗ് മണി, എവെലിൻ ഹാസ് ടു ഗോ ടു the shops and buy the food for the Sunday dinner at the last minute. അപ്പോൾ ഒരുപാട് ചീത്ത വിളിച്ചതിന് ശേഷം എന്ത് ചെയ്യാണ്, കുറച്ച് പൈസ കൊടുക്കുകയാണ്. ആ പൈസ എന്തിനു വേണ്ടിയിട്ടാണ്, തൻ്റെ വ്യക്തിപരമായ ആവശ്യത്തിന് യൂസ് ചെയ്യാനല്ല, വീട്ടിലൊന്നും കഴിക്കാനില്ല, അപ്പോൾ വീട്ടിൽ കഴിക്കാൻ എന്തെങ്കിലും മേടിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഈ പൈസ അച്ഛൻ്റെ അടുത്ത് എവെലിൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു ദിവസം സൺഡേ രാത്രിക്കുള്ള ഡിന്നറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ മേടിക്കുകയാണ്. എവെലിൻ ഈസ് സ്ട്രേറ്റ് ഓഫ് ദിസ് ലൈഫ്. അപ്പോൾ ഈ ഒരു ജീവിതം വളരെ മടുപ്പായിട്ടുണ്ട് നമ്മുടെ എവെലിന്, ഇങ്ങനെയുള്ളൊരു ജീവിതം. ആൻഡ് സോ ഷീ ആൻഡ് ഫ്രാങ്ക് ബുക്ക് ഓൺ ടു എ ഷിപ്പ് ലിവിങ് ഫോർ അർജൻറ്റീന. അങ്ങനെ ഇവരെന്ത് തീരുമാനിക്കുകയാണ്, ഫ്രാങ്ക് തീരുമാനിക്കുകയാണ്, ഇവിടെ കഷ്ടപ്പെട്ട് നിൽക്കണ്ട, എൻ്റെ കൂടെ പോരൂ, അർജൻറ്റീനയിലോട്ട് പോരൂ എന്ന് പറയാണ്. അങ്ങനെ ഇവർ അർജൻറ്റീനയിലാണ് സെറ്റിൽഡ് ആവാൻ തീരുമാനിക്കുന്നത്. ബട്ട് ആസ് ഷീ ഈസ് ജസ്റ്റ് അബൌട്ട് ടു ബോർഡ് ദ ഷിപ്പ്, എവെലിൻ സഫേഴ്സ് എ ഫെയിലിയർ ടു റിസോൾവ്. അങ്ങനെ എന്ത് ചെയ്യാണ്, തൻ്റെ അച്ഛൻ്റെ ഈ ഒരു ചീത്തവിളിയും വീട്ടിലുള്ള പരിതാപകരമായ അവസ്ഥയും ഈ ഒരു ഏകാന്തതയും ഒന്നും സഹിക്കവയ്യാണ്ട് അയർലാൻഡ് വിട്ടിട്ട് അർജൻറ്റീനയിലോട്ട് പോയി അവിടെ സെറ്റിൽഡ് ആകാൻ വേണ്ടിയിട്ട് കപ്പലിനൊക്കെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് കപ്പൽ കയറാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാണ് നമ്മുടെ എവെലിൻ. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് എന്ത് ചെയ്യാണ്, കപ്പലിലോട്ട് കാലെടുത്ത് കാലെടുത്ത് കുത്താൻ നിൽക്കുകയാണ്. ആ സമയത്ത് എവെലിൻ്റെ മനസ്സ് മാറാണ്. എവെലിൻ സഫേഴ്സ് എ ഫെയിലിയർ, പരാജയപ്പെടാണ്, റിസോൾവ് ആൻഡ് കനോട്ട് ഗോ ത്രൂ വിത്ത് ഇറ്റ്. അങ്ങനെ ആ ഒരു ഷിപ്പ് അവിടെ നിന്ന് എടുക്കുകയാണ്. പക്ഷേ എവെലിൻ കരക്കെ തന്നെ നിൽക്കുകയാണ്. ആ ഷിപ്പിൽ ഫ്രാങ്ക് ഉണ്ട്. അങ്ങനെ ഫ്രാങ്ക് മാത്രം ആ ഒരു ഷിപ്പിൽ ഇങ്ങനെ മുന്നോട്ട് പോവാണ്. എവെലിൻ അതിൽ കയറാൻ പറ്റുന്നില്ല, അവിടെ സ്റ്റക്കായിട്ട് പോവാണ്. കാരണം തൻ്റെ നാടായിട്ടുള്ള, തൻ്റെ അമ്മയൊക്കെ ബറി ചെയ്തിട്ടുള്ള ഈ ഒരു അയർലാൻഡ് വിട്ട് എങ്ങനെ ഞാൻ പോവുക എന്നുള്ള ചോദ്യം എവെലിൻ ആകെ തളർത്തിക്കളിയാണ്. ഷീ വണ്ടേഴ്സ്ലി ടേൺസ് റൗണ്ട് ആൻഡ് ഗോസ് ഹോം ലീവിങ് ഫ്രാങ്ക് ടു ബോർഡ് ദ ഷിപ്പ് എലോൺ. അങ്ങനെ ഫ്രാങ്ക് മാത്രമാണ് ആ ഷിപ്പിൽ പോകുന്നത്. നമ്മുടെ എവെലിൻ എന്ന് പറയുന്ന ക്യാരക്ടർ പതിയെ വീട്ടിലോട്ട് തന്നെ തിരിച്ചു പോവാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ്, സാധനങ്ങളൊക്കെ എടുത്തിട്ട് അർജൻറ്റീനയിലോട്ട് ഫ്രാങ്കിൻ്റെ കൂടെ ഒളിച്ചോടി പോകാൻ വേണ്ടിയിട്ട് എല്ലാം എടുത്ത് തയ്യാറായി വന്നതാണ്. പക്ഷേ തൻ്റെ അയർലാൻഡിനെ വിട്ടു പോകാൻ വേണ്ടി അവർ തയ്യാറായില്ല. അത്രയും ടച്ചുള്ളൊരു സ്ഥലമായിട്ട് അയർലാൻഡ് അവർക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിലൂടെ നമ്മുടെ ജെയിംസ് ജോയ്സ് എന്നുള്ള റൈറ്റർ പറയുന്നത്, നമ്മൾ ആദ്യമേ പറഞ്ഞു, അയർലാൻഡുകാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ശബ്ദിക്കുന്ന, അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുള്ളൊരു റൈറ്ററാണ് ജെയിംസ് ജോയ്സ്. അപ്പോൾ ഇതും അയർലാൻഡിനെ സ്നേഹിക്കുന്ന, അയർലാൻഡിലുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ളൊരു നോവലാണ്. എവെലിൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഇതിലുള്ളത്. വളരെ ഷോർട്ടായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്, ഒരുപാട് തീമും കാര്യങ്ങളൊന്നും തന്നെ ഇതിലില്ല, വളരെ ഷോർട്ടായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഓക്കെ, സോ ഈ ഒരു സ്റ്റോറി സമ്മറിയാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും കൺഫ്യൂഷൻസ് കാര്യങ്ങളോ ഇതിലുണ്ടെങ്കിൽ ചോദിക്കുക. ഇതിലുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് എവെലിൻ, അവരുടെ ഫാദറിൻ്റെ നെയിം പറയുന്നില്ല, അവരുടെ മദർ മരണപ്പെട്ടു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എവെലിന് 2 ബ്രദേഴ്സ് ഉണ്ട്. ഒന്ന് ഹാരി, ഒരു ബിസി മാനാണ്, എപ്പോഴും ബിസിയാണ്. അതുപോലെ തന്നെ ഏണസ്റ്റ് മരണപ്പെട്ടിട്ടുണ്ട്. എവെലിൻ്റെ സീക്രട്ട് ലവറാണ് ഫ്രാങ്ക് എന്ന് പറയുന്നത്. ഫ്രാങ്കുമായിട്ട് എവെലിൻ അർജൻറ്റീനയിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്ന ഒരു സ്റ്റോറിയാണ് നമ്മുടെ എവെലിൻ എന്ന് പറയുന്നൊരു ലേഡി ക്യാരക്ടറിൻ്റെ പേര് തന്നെ കൊടുത്തിട്ടുള്ള ഈ ഒരു സ്റ്റോറി. സോ പ്രധാനമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സോ കാര്യങ്ങളോ ഇതുമായിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് ടു മീ. ഓക്കെ.